വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് മൈൻഡ് ക്ലിനിക് ചാനൽ. പലർക്കും തോന്നുന്ന ഒരു കാര്യമാണ് കരിയർ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വൺ ടെസ്റ്റ് വൺ റിസൾട്ട് പ്രോസസ്സാണ് എന്നാണ്. പക്ഷേ അത് അങ്ങനെയല്ല. കരിയർ കൗൺസിലിങ്ങിൽ പല ടെസ്റ്റുകളുണ്ട്. ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കരിയർ അസസ്മെൻറ്റ്സ് അല്ലെങ്കിൽ ടെസ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം കരിയർ കൗൺസിലർ ചെയ്യുന്ന ടെസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് അസസ്മെൻറ്റ്. ഈ ടെസ്റ്റിൽ എന്താണ് മെഷർ ചെയ്യുന്നതെന്ന് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നാച്ചുറലി ഇൻട്രസ്റ്റ് എന്തിലാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് ഹോളൻഡ് കോഡ്, മറ്റൊന്ന് സ്ട്രോങ് ഇൻട്രസ്റ്റ് ഇൻവെൻറ്ററി. നിങ്ങൾക്ക് ഈ ടെസ്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാവുന്നതാണ്. അടുത്ത അസസ്മെൻറ്റ് എന്ന് പറയുന്നത് എബിലിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് അസസ്മെൻ്റ് ആണ്. ഇത് മെഷർ ചെയ്യുന്നത് റീസണിംഗ് ബേസ്ഡ് ടെസ്റ്റ് ഉപയോഗിച്ചാണ്. ഇതിലുൾപ്പെടുന്നത് ന്യൂമറിക്കൽ, വെർബൽ ആൻഡ് ലോജിക്കൽ റീസണിംഗ് ടെസ്റ്റ് ആണ്. മൂന്നാമത്തെ അസസ്മെൻ്റ് ആണ് പേഴ്സണാലിറ്റി അസസ്മെൻറ്റ്. നിങ്ങളുടെ പേഴ്സണാലിറ്റി ഏതാണെന്ന്, ഏത് ടൈപ്പ് ഓഫ് വർക്ക് എൻവയോൺമെൻറ്റ് നിങ്ങൾക്ക് സ്യൂട്ട് ചെയ്യും എന്നാണ് ഈ അസസ്മെൻറ്റ്സിലൂടെ മനസ്സിലാക്കുന്നത്. MBTI, ബിഗ് 5 ഇതൊക്കെ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ്. അടുത്തതാണ് 1-to-1 കൗൺസിലിംഗ് സെഷൻ. ഇതാണ് ഈ കരിയർ കൗൺസിലിങ്ങിലെ ലാസ്റ്റ് പാർട്ട്. അതേപോലെ തന്നെ കരിയർ കൗൺസിലിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗവും ഇതാണ്, 1-to-1 കൗൺസിലിംഗ് സെഷൻ. മുകളിൽ പറഞ്ഞിട്ടുള്ള ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് ഡേറ്റ കിട്ടും, അതായത് ഓരോ ടെസ്റ്റിൻ്റെയും റിസൾട്ട്സ് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ കൗൺസിലറിന് മാത്രമേ സ്റ്റുഡൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, സ്കിൽസ്, ഗോൾസ് എല്ലാം കൂടി കൺസിഡർ ചെയ്ത് ടെസ്റ്റിൻ്റെ റിസൾട്ട്സ് ഡീറ്റെയിലായി എക്സ്പ്ലെയിൻ ചെയ്ത് ഗൈഡൻസ് നൽകാൻ കഴിയൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സ്റ്റുഡൻറ്റിൻ്റെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട്, സോഫ്റ്റ് സ്കിൽസ്, ആംബിഷൻസ് എല്ലാം കൂടി കൺസിഡർ ചെയ്ത് പേഴ്സണലൈസ്ഡ് കരിയർ സജഷൻസ് നൽകും. അതായത് പോസിബിൾ കരിയർ പാത്സ്, കോഴ്സസ് ഇവയെല്ലാം ഡിസ്കസ് ചെയ്യും. നിങ്ങൾ ഈ ടെസ്റ്റ് ഓൺലൈനിലൂടെ ചെയ്യുന്നതിലും എന്തുകൊണ്ടും നല്ലത് കരിയർ കൗൺസിലറിനെ മീറ്റ് ചെയ്യുന്നതാണ്. കാരണം നിങ്ങൾക്ക് ലാബ് റിസൾട്ട്സ് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന് ഒരു വാല്യൂ വെച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയും കൊളസ്ട്രോൾ കൂടുതലാണ്, അല്ലെങ്കിൽ ലോ ഷുഗറാണ്, ഹൈ BP ആണ് എന്നൊക്കെ. ലാബ് റിസൾട്ട്സിൻ്റെ വാല്യൂ നോക്കി ഇന്ന് മിക്കവാറും ആളുകൾക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ ഒരു ഡോക്ടർക്ക് മാത്രമേ നിങ്ങൾ മെഡിസിൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ, അതോ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് മാത്രം മതിയോ എന്ന് പറയാൻ കഴിയൂ. ഇതേപോലെ തന്നെ ഓൺലൈൻ ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് റിസൾട്ട്സ് കിട്ടും. പക്ഷേ ഒരു കരിയർ കൗൺസിലറിന് മാത്രമേ ഇൻഡെപ്ത് ഇൻ്റർപ്രിറ്റേഷൻസ് നൽകാൻ കഴിയൂ. ഇന്ന് ഓരോ കോഴ്സും ലക്ഷങ്ങൾ മുടക്കിയാലേ പഠിക്കാൻ പറ്റൂ. കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി തന്നെ ധാരാളം പൈസ മുടക്കേണ്ടി വരാറുണ്ട്. അങ്ങനെ ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് പകുതി വഴിയാവുമ്പോഴായിരിക്കും പലർക്കും മനസ്സിലാവുന്നത് ഈ കോഴ്സ് എനിക്ക് പറ്റിയതല്ലെന്ന്. അപ്പോഴേക്കും എന്തുമാത്രം പൈസയും സമയവും എല്ലാമാണ് നഷ്ടപ്പെടുന്നത്. ഇത് കാരണം മാനസികമായും വലിയൊരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവിക്കേണ്ടി വരും. അതിലും എത്രയോ നല്ലതാണ് ഒരു കരിയർ കൗൺസിലറിനെ ആദ്യമേ മീറ്റ് ചെയ്ത് ശരിയായൊരു കരിയർ പാത്വേ തിരഞ്ഞെടുക്കുന്നത്. Wishing you all the best. If you like this video, don't forget to like, share, subscribe and drop your thoughts in the comments.